ഫ്രണ്ട്സ്, നമുക്കൊരു വെക്കേഷൻ ട്രിപ്പ് പോയാലോ? ബാഗെല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ സമയം അധികം കളയണ്ട, നമുക്ക് പോകാം. എങ്ങോട്ടാണെന്നല്ലേ? ഫുജേറയ്ക്ക്. ഫുജേറയിൽ ഒരു വില്ല റിസോർട്ടിൽ നമുക്കൊരു 2 nights and 3 days ഒരു സ്റ്റേക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയം അധികം കളയണ്ട, നമുക്ക് നേരെ പോകാം ഫുജേറയിലേക്ക്. ഫുജേറയ്ക്കുള്ള വഴിയാണിത് കേട്ടോ. നോക്കിയ റോഡ് നല്ല മനോഹരമായ റോഡ്, അതിൻ്റെ 2 വശത്തുമായിട്ട് ഡെസേർട്ടാണ്. ഇതങ്ങനെ ഡീപ്പ് ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അതിനകത്ത് പല സ്ഥലത്തായിട്ട് പച്ച കളറിലെ ഗ്രൂപ്പായിട്ട് കുറച്ച് ചെടികളും ഇങ്ങനെ നിൽക്കുന്നത്. ഇതങ്ങനെ ഡെസേർട്ടിലെ മണ്ണ് പോലെ അങ്ങനെ ഭയങ്കര ലൂസായിട്ടുള്ള മണ്ണ് മാത്രമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം ആ മണ്ണൊക്കെ തന്നെ. എന്നിട്ട് അതിനകത്ത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പച്ചിപ്പ് പോലെ, പക്ഷേ ആ ഏരിയ ഫുൾ പച്ചിപ്പും അല്ല, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നു. എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഇത്ര കാലം കണ്ട കാഴ്ചയിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെൻ്റായി വേറെ ടൈപ്പ് മലയും കുന്നുകളും ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. നോക്കി നല്ല ഡ്രൈ ആയിട്ടുള്ള മലയാണ്. ഇവിടെ തീരെ പച്ച എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള മലകളാണ്. പക്ഷേ എന്താ ഈ ഫോഗിൻ്റെ ഇടയ്ക്ക് മലകൾ കാണില്ലേ? ഫോഗ് ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ കാഴ്ച കാണുമ്പോൾ അങ്ങനെ തോന്നാറ് കേട്ടോ. നല്ല ഇത് ലൂസ് മണ്ണല്ല, പക്ഷേ നല്ല കട്ടയായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കുന്ന മലകളാണ്. പച്ചിപ്പും അല്ല, ഡ്രൈ ആയിട്ടുള്ള മലകളാണ്. പക്ഷെ അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കണ്ണോടിക്കാം. കുറച്ചും കൂടെ അടുത്ത് കാണുന്ന കണ്ടോ മലകൾ, നല്ല ഹാർഡായിട്ടുള്ള മലകളാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഫിക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു പച്ചിപ്പ് പോലും ഇല്ല അവിടെ. നല്ല ഡ്രൈ ആയിട്ടുള്ള പാറ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഫിക്സ് ആയിട്ട് നിൽക്കുന്ന കല്ലുകളാണ്. എന്നാലും സിറ്റിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇത് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കേട്ടോ. കാരണം സിറ്റിയിൽ ഇങ്ങനെ മലയും കുന്നും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കൂടെ കാണാം. ഇതൊരു സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ. ഇത് നോക്കി, അവിടെ ഒരു ചെറിയൊരു ബീച്ച് പോലെ ഉണ്ട് കേട്ടോ. ഈ മലകളില്ല, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കടലാണ്. ആ മലയുടെ മുന്നിലായിട്ട് ഇങ്ങനെ കടലും കൂടെ കാണുമ്പോൾ അത് വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. വളരെ എന്താ പറയുക, നമുക്ക് വിവരിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ്. നോക്കി, ആ മലകളുടെ ഇടയിൽ കൂടെയാണ് ഈ കടൽ പോയിരിക്കുന്നത്. നോക്കി, എന്ത് മനോഹരമായ കാഴ്ചയാണ്, എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലൊരു ഭാഗം കണ്ടപ്പോൾ ഞങ്ങൾ സമയം കളഞ്ഞില്ല, നമ്മൾ അതിലേക്ക് തിരിച്ചു. അപ്പോൾ നമ്മൾക്ക് അവിടുത്തെ കാഴ്ചകൾ ഒന്നും കൂടെ കാണാം അല്ലേ? അതിമനോഹരമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ പുറവശത്ത് എൻ്റെ ബാക്ക് സൈഡിൽ ഒക്കെ നല്ല മനോഹരമായ കാഴ്ച അല്ലേ? അയ്യോ, എത്ര കണ്ടാലും മതിയാവില്ല, അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച.
ഇവിടെ താഴെ കണ്ടില്ലേ ഇങ്ങനെ പാറ പോലെ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ത് രസമായിരിക്കും അല്ലേ, രാവിലെ തന്നെ അതിമനോഹരമായ കാഴ്ചകൾ, മലയും കുന്നും കടലും എല്ലാം ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഇത് നോക്കി, ഇതൊരു ടണലാണ്. ഈ ടണൽ വലിയൊരു മലയുടെ അടിയിൽ കൂടെ തുരന്നിട്ടെടുത്ത ടണലാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരു റീൽസിൽ ഇട്ടിട്ടുണ്ട് ഈ ടണൽ. ഇത് ആ മലയുടെ അകത്തുകൂടെ ആയിട്ട് നമ്മൾ പോകണം. ഏറ്റവും അടിവശത്ത് തുരന്നുണ്ടാക്കിയൊരു ടണലാണ്. അതിൻ്റെ അകത്തുകൂടെയാണ് നമ്മൾ പോകുന്നത്. ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട് എന്തൊരു മനോഹരമാണെന്ന് നോക്കിയാലേ നമുക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെ ഓരോ സൃഷ്ടികളൊക്കെ ചെയ്യുന്നതെന്ന്. അതിമനോഹരമാണ് ഇതിലൂടെയുള്ള യാത്ര. അങ്ങനെ അവസാനം നമ്മൾ ആ ഡാന വില്ലാസ് എന്നാണ് കേട്ടോ ആ വില്ലയുടെ പേര്. അത് ഒരു സെറ്റ് ഓഫ് വില്ലാസാണ്. നമ്മളിതാ അതിൻ്റെ എൻട്രൻസിലെത്തി. അങ്ങനെ നമ്മുടെ വണ്ടി നേരെ മുന്നിലേക്ക്. എന്ത് ഭംഗിയാണെന്നറിയോ, ഒരുപാട് വില്ലാസ് ഉണ്ട് ഇവിടെ, ഒരേപോലെ തന്നെ ഉള്ള മനോഹരമായ വില്ലാസ്. ഈ വില്ലയുടെ അകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഈ വീഡിയോ തന്നെ കുറച്ച് വലുതായില്ലേ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലാണ് വില്ലയുടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത്. ഇതാ എൻട്രൻസ് ആണ് കേട്ടോ. ഇത് സെക്യൂരിറ്റി പാർട്ടാണ്. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മുന്നിലേക്ക്. എന്ത് മനോഹരമാണെന്നറിയോ, എല്ലാം രണ്ട് വശത്തും ഒരേപോലത്തെ വില്ലാസായിട്ട് കുറേ, ഒരു ഏരിയ ഫുൾ അങ്ങനത്തെ വില്ലാസാണ്. അത് ബീച്ച് സൈഡിലാണ് കേട്ടോ ഇതുള്ളത്. ബീച്ച് സൈഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വില്ലയുടെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. സൈഡിലുള്ള മരത്തിൽ കുറച്ച് മഞ്ഞ മഞ്ഞ പൂക്കൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ വിഷുവൊക്കെ അല്ലേ, ഞാൻ ഓർത്തത് കൊന്ന പൂത്ത് നിൽക്കുന്നതെന്ന്. പക്ഷേ അല്ല കേട്ടോ. ശരിക്കും നോക്കിയപ്പം അവിടെയുള്ള ആ മരത്തിൻ്റെ കുറച്ച് ഇലകൾ പഴുത്തതായിരുന്നു. പക്ഷേ കൊന്നപ്പൂ തൂങ്ങി കിടക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. വിഷുവിൻ്റെ ആ ഒരു വൈബൊക്കെ ഉള്ളതുകൊണ്ട് അറിയാതെ അങ്ങനെ തോന്നിപ്പോയതാണ്. അപ്പോൾ നമുക്ക് വില്ലയിലെ കാഴ്ചകൾ തുടരാം. ഇത് ശരിക്കും ഒരു ഐലൻഡ് പോലെ. ഈ ഏരിയ ഫുൾ ഇങ്ങനത്തെ വില്ലയാണ് കേട്ടോ. ഡാന വില്ലാസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലാസാണ്. ഈ ഏരിയ ഫുൾ ഇതാണ്. അങ്ങനെ അവസാനം ഓടിച്ച് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തി. നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. നമ്മൾ തിരിഞ്ഞു. ഇതാണ് ഫ്ലാറ്റിൻ്റെ എൻട്രൻസ്. അപ്പം നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അത് അവിടെ സൈഡിൽ നോക്കിയേ, ആ ഗേറ്റ് പോലെ കണ്ടില്ലേ, ഗേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ബീച്ചും ഒക്കെ ഉള്ളത്. നോക്കിയേ, ഇവിടെ എല്ലാം ഫുൾ ഒരേപോലത്തെ വില്ലാസാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വളരെ നീറ്റായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വില്ല എന്ന് പറയാം കേട്ടോ. 5 ബെഡ്റൂം വില്ലയാണിത്. അതായത് നോക്കിയേ, ഇതിൻ്റെ ഇടയിലുള്ള കാഴ്ചകൾ, ഓ മൈ ഗോഡ്, വിശ്വസിക്കാൻ വയ്യ അല്ലേ. സൂര്യൻ അതിൻ്റെ ആ 2 മലകളുടെ നട അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അതിമനോഹരമായ മറ്റൊരു വീഡിയോയുമായി വില്ലയിലെ കാഴ്ചകളുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.